തരമാറ്റിലാണെങ്കിൽ നമ്മുടെ അനിയും നന്ദുവും രണ്ടാകുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും, കാണാനായിട്ട് കഴിയും. അതായത് അവന്തികയുമായിട്ടുള്ള വിവാഹ നിശ്ചയം ഉടനെ തന്നെ നടക്കുമെന്ന് നയന നന്ദുവിനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനിയുമായിട്ട് ആവശ്യമില്ലാതെ ഓരോ ബന്ധവും കാര്യങ്ങളൊന്നും സ്ഥാപിക്കേണ്ട, അവനുമായിട്ടുള്ള കൂടിക്കാഴ്ചയൊക്കെ കുറച്ചേക്കാനായിട്ടും നയന പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നന്ദു ആണെങ്കിൽ അനിയിൽ നിന്നും ഇച്ചിരി ഒഴിഞ്ഞു മാറി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അനി പറയുന്നുണ്ട്, ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ നിന്നെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണെങ്കിൽ അനി പറയുന്നുണ്ട്, അതായത് നന്ദു അനിയോട് പറയും, അത് നടക്കില്ല അനി, എന്തായാലും ചേച്ചിയൊന്നും ഇതിന് സമ്മതിക്കില്ല, നമ്മൾ ഇതിന് നിന്നിട്ട് കാര്യമില്ല, അവന്തികയെ നീ മാരേജ് ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട്, എടി അത് നിൻ്റെ തോന്നലാണ്, ഇത് എന്തുകൊണ്ടും ഞാൻ മുടക്കും, എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുമ്പോൾ അപ്പോൾ നന്ദുവിനത് വല്ലാത്ത വിഷമമാകുന്നുണ്ട്. ഇതേ സമയം നന്ദു പറയുന്നുണ്ട്, ഒന്നിക്കാൻ സാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നീ ജീവനോടെ ഇരിക്കണം, എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ, എനിക്ക് നിൻ്റെ ജീവനോടെ ഇരിക്കുന്നത് കാണാൻ തന്നെയാണ് താല്പര്യം എന്ന് പറയുന്നു. നിന്നെ സ്വന്തമാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, നീ എൻ്റെ കൂടെ ഉണ്ടായാൽ, അതായത് അവിടെ എൻ്റെ കൺമുമ്പിൽ ഉണ്ടായാൽ മതി എന്ന് പറയുന്നു. അതിനുശേഷം നമ്മുടെ നന്ദു നിറകണ്ണുകളോടെ ഒരു യാത്ര പറയുകയാണോ അനിയോട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും, കാണാനായിട്ട് കഴിയും. ഇതേ സമയം അനി വളരെയധികം സങ്കടപ്പെടുന്നത് കാണാൻ കഴിയും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് കൂട്ടുകാരെ.